വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. അതിൻ്റെ ചർച്ചയും നടന്നിട്ടില്ല. പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ. എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാമുള്ള രീതിയിൽ നടക്കുന്നത്. അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത്. കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല. പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു. പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡൻറ്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. UDFൻ്റെ കാലത്ത് ബാർ ഉടമകൾക്ക് വേണ്ടി അവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ആവർത്തനം തന്നെയാണ് LDFൻ്റെ കാലത്തും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത്. 2016 വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് 23 ലക്ഷം റുപ്യയിൽ. അതിപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് 35 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുക ചെയ്തത്. 12 ലക്ഷത്തിൻ്റെ വർധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് താല്പര്യം തന്നെയാണ്, ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണമുണ്ട്. അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ UDF കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. 1706 ലക്ഷം കേസാണ് 2011-12 മുതൽ 2015-16 വരെ ഇവിടെ ഉപയോഗിച്ചത്. എന്നാൽ 1706 ലക്ഷം കേസിൽ നിന്ന് 1610 ലക്ഷം കേസായി 96 ലക്ഷം കേസിൻ്റെ കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത്. അപ്പോൾ ഉപഭോഗം വർദ്ധിക്കുന്നില്ല, കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. വിദേശ നിർമ്മിത മദ്യത്തിൻ്റെയും വിൽപ്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത്. അത് കൂടിക്കൊണ്ട് ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു രാജ്യവും ഇവിടെ വെക്കേണ്ട കാര്യമില്ല. മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനടിസ്ഥാനമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതുകൊണ്ട് മന്ത്രി രാജിവെക്കേണ്ട കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതെ, വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല, വ്യാജ പ്രചരണത്തിനെതിരായിട്ട് DGPക്ക് അത് പരിശോധിക്കുന്നതിനാവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അതെ, ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല. പരിശോധിക്കട്ടെ, അതിനെന്താ വേറെ പ്രയാസം എന്താ ഉള്ളത്? ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ആ അല്ല, ബാർക്കോഴ ആരോപണമല്ല പ്രശ്നം.
അത് വസ്തുതയുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഞാനതല്ലേ പറഞ്ഞത്. ബാറിൻ്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല, ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ തീരുമാനിക്കുകയേ ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നില്ല. ആരാ അതിൻ്റെ പിന്നിൽ പോകേണ്ട കാര്യം? അപ്പോൾ തെറ്റായ നിലപാടാണ്. അതിപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും UDF LDF ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അല്ലാന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത്. ശരി. വകുപ്പ് സെക്രട്ടറിയാണെന്നല്ലോ നയം തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയാലോ നയം എങ്ങനെയാണ് തീരുമാനിക്കുക, എത്ര കൊല്ലം. അതാ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ടാവണം. പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടുണ്ടാവണം. അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മദ്യനയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യാം. അല്ലാണ്ട് തോന്നിയ പോലെ ഏതെങ്കിലും 4 ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ട് നയം തീരുമാനിക്കാൻ പറ്റുമോ?